ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖ വികസനത്തിനായി ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യ ഫണ്ട് വകയിരുത്താത്തത് ഇന്ത്യക്കും ഇറാനും ഒരുപോലെ നിരാശാജനകമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മധ്യേഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന ഒരു സുവർണ കവാടമെന്നാണ് ചബഹാർ തുറമുഖത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ പദ്ധതി പൂർണ്ണമായും വികസിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായി മാറുമെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി മോദി ഒരിക്കൽ പറഞ്ഞതുപോലെ ചബഹാർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മധ്യേഷ്യ തുടർന്ന് യൂറോപ്പ് എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുവർണ കവാടമാണ്. ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ്. പൂർണ്ണമായി വികസിപ്പിച്ചാൽ ഇറാനിലൂടെയുള്ള ഇന്ത്യയുടെ ബന്ധം മധ്യേഷ്യയിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്നതിന് ഇതിന് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു ദിവസം ഈ തുറമുഖത്തിന്റെ പൂർണ്ണ വികസനം കാണാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ടുള്ള വ്യാപാരപാത ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ചബഹാർ പദ്ധതിയിൽ പങ്കാളിയായത്. മധ്യേഷ്യൻ വിപണികളിലേക്ക് പ്രവേശനം ഉറപ്പാക്കുന്നതിനൊപ്പം പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തുള്ള ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് ഈ പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്നു. പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ സാന്നിധ്യം മേഖലയിൽ കൂടുതൽ ശക്തമാക്കാൻ ഈ തുറമുഖം സഹായിക്കും. ചബഹാർ തുറമുഖ വികസനത്തിനായി 2024 കരാർ ഒപ്പിട്ടതിനു ശേഷം ആദ്യമായാണ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ തുകയൊന്നും നീക്കിവെക്കാതിരുന്നത്. അത് ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം വരെ ഓരോ വർഷവും ഏകദേശം 100 കോടി രൂപ വീതമാണ് ഈ സുപ്രധാന പദ്ധതിക്കായി ഇന്ത്യ മാറ്റിവെച്ചിരുന്നത്. ഇറാന്റെ തെക്കുകിഴക്കൻ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖത്തിന്റെ വികസനത്തിന് ഇന്ത്യ ഇപ്പോഴും ഒരു പ്രധാന പങ്കാളിയായി തുടരുന്നുണ്ടെങ്കിലും ബജറ്റിൽ പണം അനുവദിക്കാതിരുന്ന തീരുമാനത്തിൽ ഇറാന് കടുത്ത അതൃപ്തിയാണുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇന്ത്യയെ നയിച്ചതെന്നാണ് വിലയിരുത്തലുകൾ. ഇറാനെതിരെ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ചബഹാർ പദ്ധതിയിൽ സഹകരിക്കാൻ ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവ് ഏപ്രിൽ 26 അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചബഹാർ സംബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്കയുമായി സജീവമായ ചർച്ചകൾ നടത്തിവരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ 3ാം ഘട്ട ആണവ ചർച്ചകൾക്കും തുടക്കമായി. ആണവ കരാറിൽ എത്തിയില്ലെങ്കിലും ഇറാനെ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതൊരാക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് ഇറാനും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. അതേസമയം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ 3ാം ഘട്ട ആണവ ചർച്ചകൾക്ക് തുടക്കമായി. ആണവ കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതൊരാക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് ഇറാനും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നതാണ് പ്രധാനം. ഇറാന് ചുറ്റും അമേരിക്ക വൻ യുദ്ധസന്നാഹം നടത്തുകയും എതിരിടാനായി ഇറാൻ അതിർത്തികളിൽ ബലിസ്റ്റിക് മിസൈലുകൾ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രിയാണ് ഇത്തവണയും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. ഈ മാസം ആദ്യം നടന്ന 2 ചർച്ചകളിലേതുപോലെ ഇറാന് വേണ്ടി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും അമേരിക്കയ്ക്കു വേണ്ടി പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറുമാണ് പങ്കെടുക്കുന്നത്. എങ്കിലും ആണവ കരാറിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. സൈനിക വിന്യാസത്തിലൂടെയും ആക്രമണ ഭീഷണിയിലൂടെയും ഇറാനെ സമാധാന കരാറിൽ ഒപ്പുവെപ്പിക്കാനാകുമെന്നാണ് ട്രംപിന്റെ ആത്മവിശ്വാസം. ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടത്തി സമ്മർദ്ദം കൂട്ടാനാണ് ട്രംപിന്റെ പ്രധാന പദ്ധതി. എന്നാൽ ഇറാനെ ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പുവെപ്പിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്ന അവ്യക്തത അമേരിക്കൻ രാഷ്ട്രീയത്തിലും തുടരുകയാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. അത് പറ്റില്ലെന്നും തങ്ങൾ ഒപ്പുവെച്ച ആണവ കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ അവകാശമുണ്ടെന്നുമാണ് ഇറാന്റെ പക്ഷം. ഈ വിരുദ്ധ നിലപാടുകൾ കാരണമാണ് ഇതുവരെ നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതും. അതിനിടയിലാണ് സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഇറാനെ കരാറിലേക്ക് എത്തിക്കുക എന്ന പദ്ധതിയുമായി ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.